പ്രൈസ് ലോർഡ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിൽ ചിന്തയ്ക്ക് ആധാരമായി യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം നമുക്ക് വായിക്കാം. അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുഖത്തെ ആദരിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. കർത്താവ് നമ്മെ എന്നേക്കും തള്ളിക്കളയുന്ന ദൈവമല്ല, എന്നേക്കും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവസന്നിധിയിൽ നാം തീരുമാനങ്ങളോടെ, പ്രതിഷ്ഠകളോടെ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരിക്കലും കർത്താവ് നമ്മുടെ മുഖത്തെ ആദരിക്കാതെ ഇരിക്കുകയില്ല. ഇവിടെ യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിക്കേണ്ട ഒരു കാരണം ഇയ്യോബിൻ്റെ നിഷ്കളങ്കത്വമാണ്. നമുക്കറിയാം, യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വചനത്തിൽ യഹോവ ഇയ്യോബിനെ കുറിച്ച് സാത്താനോട് സാക്ഷ്യം പറഞ്ഞു. ആമേൻ. ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനും ദൈവഭക്തനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും വേറെ ആരും ഇല്ലല്ലോ. പ്രിയ ദൈവമക്കളെ, നാം നിഷ്കളങ്ക ഹൃദയത്തോടെ ജീവിക്കുമ്പോൾ, നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറുമ്പോൾ പലപ്പോഴും നമുക്കെതിരായി പല വേദനിക്കത്തക്ക കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നോർത്ത് ഭാരപ്പെട്ടു പോകണ്ട. കർത്താവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. കർത്താവ് നമ്മെക്കുറിച്ച് ആമേൻ, സ്തോത്രം സ്തോത്രം. കർത്താവ് നാമുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അത് നാം ആമേൻ സ്തോത്രം വീണ്ടും ഹല്ലേലൂയ നല്ലവണ്ണം അറിയുക. ആമേൻ. ആരെല്ലാം കൈവിട്ടാലും കർത്താവ് നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആമേൻ സ്തോത്രം സാത്താനോട് വരെ ഇയ്യോബിനെ കുറിച്ച് യഹോവ സാക്ഷ്യം പറയുന്നു, ദൈവം സാക്ഷ്യം പറയുന്നു. ആമേൻ. അത് എത്രയോ ഭാഗ്യകരമായൊരു അനുഭവമാണ് അല്ലേ? ആമേൻ സ്തോത്രം. ഈ നാളുകളിൽ അങ്ങനെ ഒരു അനുഭവം നമുക്ക് പ്രാപിക്കാം. അതിനൊരു കാരണം ഇയ്യോബിൻ്റെ നിഷ്കളങ്കത്വമാണ്. എന്നാൽ മറുഭാഗത്ത് ഇയ്യോബ് തന്നെക്കുറിച്ച് പറയുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 4-ാം വചനത്തിൽ ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ച ഞാൻ, അതായത് എൻ്റെ നിഷ്കളങ്കത്വ നിമിത്തം കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു ഉത്തരം നൽകി. എന്നാൽ എൻ്റെ സഹിക്ക് പരിഹാസ വിഷയമായി തീർന്നു. നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച ആമേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി വെളിപ്പെട്ട യോബിൻ്റെ ജീവിതത്തിൽ തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചു. പരിഹാസ വിഷയമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നു എന്ന് പലരും, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ആമേൻ സ്തോത്രം സ്തോത്രം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെയല്ലേ സംസാരിച്ചത്, പെരുമാറിയത്, ഇടപെട്ടത്? ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ പരിഹസിക്കപ്പെടുന്നത്? ഞാൻ എന്തിനാണ് ഇങ്ങനൊരു പരിഹാസ വിഷയമായി തീരുന്നത്? വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. കർത്താവ് ഒരു നാൾ നമ്മുടെ മുഖത്തെ ആദരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ഈ സാഹചര്യത്തിലും കൂടെ എല്ലാം നഷ്ടമായി. ഹല്ലേലൂയ. എല്ലാവരും ഉപേക്ഷിച്ചു, തള്ളിക്കളഞ്ഞു. ടോട്ടലി ഒരു പരിഹാസ വിഷയം മാത്രം. എന്നാൽ ആമേൻ 27-ാം അധ്യായം യോബിൻ്റെ പുസ്തകം 27-ന്റെ 5-ാം വചനത്തിൻ്റെ 2-ാം ഭാഗത്തിൽ യോബ് പറയുന്നു, മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല. അതേ, ഒരു തീരുമാനമെടുക്കാമോ? പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അമ്മന് ഇങ്ങനെ വേദനകളും പ്രതിസന്ധികളല്ലേ വരുന്നത്, പിന്നെ അമ്മൻ എന്തിനാണ് ഇനി ഒരു നിഷ്കളങ്കത്വം? പ്രിയ മക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു, നമ്മെ രക്ഷിച്ചു. ആമേൻ സ്തോത്രം. തൻ്റെ മണവാട്ടിയായ സഭ കളങ്കമില്ലാത്തവരായിരിക്കണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. കളങ്കമില്ലാതെ നിഷ്കളങ്കരായിരിക്കുന്നവരെ ചേർക്കാനാണ് യേശു കർത്താവ് വീണ്ടും വേഗം വരുവാൻ പോകുന്നത്. ആയതിനാൽ നാം നമ്മുടെ സ്വഭാവം നാം വിട്ടുകളയേണ്ട. യോബിനെ പോലെ മരിക്കുവോളം നിഷ്കളങ്കത്വം ഉപേക്ഷിക്കാതെ നാം നിലനിൽക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമ്മുടെ മുഖത്തെ ആദരിക്കും. ഈ മുഖത്തെ ആദരിക്കുമെന്ന് പറയുമ്പോൾ ഭൂമിയിലും കർത്താവ് നമ്മുടെ മുഖത്തെ ആദരിക്കും. അതുപോലെ ആമേൻ സ്തോത്രം യേശുവിനോട് കൂടെ യുഗായുഗങ്ങളായി വാഴുവാൻ ആമേൻ സ്തോത്രം 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 ഹല്ലേലൂയ തേജസ്കരിക്കപ്പെട്ട അനുഭവം പ്രാപിപ്പാൻ നമുക്ക് ഇടയായി തീരും. ആമേൻ സ്തോത്രം. ഇവിടെ യോബിനെ ഇത്രയും വേദനിപ്പിച്ച, ആമേൻ മുറിവേൽപ്പിച്ച, ഭാരപ്പെടുത്തിയ, ആമേൻ നിന്ദിച്ച സ്നേഹിതന്മാർക്ക് വേണ്ടി യോബ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. യഹോവ യോബിനോട് പല കാര്യങ്ങൾ 42-ാം അധ്യായത്തിലും സംസാരിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഒരിക്കലും ദൈവം യോബിനോട് പറഞ്ഞില്ല, ഞാൻ എൻ്റെ സ്നേഹിതന്മാരോട് പറയും, നിൻ്റെ അടുക്കൽ കടന്നു വന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം യാഗം കഴിക്കണമെന്ന് പറയും, എന്നാൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം യോബിനോട് പറഞ്ഞില്ല. ഹല്ലേലൂയ. യോബ് ഇത്രയും വേദനയുടെ നടുവിലിരുന്നിട്ടും
ആമേൻ. സ്തോത്രം. ആമേൻ. അതാണ് നമുക്കൊരു വാക്യം വായിച്ചത്. യഹോവ പറഞ്ഞതുപോലെ ആമേൻ യോബിൻ്റെ സ്നേഹിതന്മാർ വന്നു, അവർ ചെയ്തു, അവർ യോബിൻ്റെ അടുക്കൽ കടന്നു വന്നു. എന്നാൽ യോബിൻ്റെ പുസ്തകം 42-ൻ്റെ 8-ാം വചനത്തിൽ നാം വായിക്കുന്നു, എൻ്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് അറിയാം യോബ് ഇപ്പോഴും നിഷ്കളങ്കത്വം വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. 10-ാം വചനത്തിൽ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവൻ്റെ സ്തുതിക്ക് ഭേദം വരുത്തി. പ്രിയ മക്കളെ, നമ്മുടെ അവസ്ഥകൾക്ക് സ്തുതികൾക്ക് ഭേദം വരുത്തുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഈ നാളുകളിൽ ഹല്ലേലൂയ നമുക്കും നിഷ്കളങ്ക ഹൃദയത്തോടെ തന്നെ മുന്നേറാം. അവൻ കർത്താവ് നമ്മുടെ മുഖത്തെ ആദരിക്കും. ഹല്ലേലൂയ. നിഷ്കളങ്ക ഹൃദയത്തോടെ നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാം. ആമേൻ. ഇനിയും പ്രവർത്തിക്കാം, ഇനിയും സംസാരിക്കാം, ഇനിയും കർത്താവിൻ്റെ മുൻപിലും നിഷ്കളങ്ക ഹൃദയത്തോടെ നമുക്ക് മുന്നേറാം. ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കുന്നവരായി മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിഹാസ വിഷയമായി തീർന്നു എന്നോർത്ത് ഭാരപ്പെടാതെ യോബിനെ പോലെ തീരുമാനമെടുത്തുകൊണ്ട് മരിക്കുമ്പോൾ ഞാൻ എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയില്ല തീരുമാനം ഉറപ്പിക്കുമ്പോൾ നിശ്ചയമായി കർത്താവും നമ്മുടെ മുഖത്തെയും ആദരിക്കും, നമ്മുടെ അവസ്ഥകൾക്ക് സ്ഥിതികൾക്കും വ്യത്യാസം നൽകും, നഷ്ടപ്പെട്ടതൊക്കെയും ഇരട്ടിയായി നൽകും. എല്ലാത്തിനേക്കാളും ഉപരി ആമേൻ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ തനിക്ക് മുൻപാകെ നിർത്തുവാൻ കഴിയുന്ന യേശുവിൻ്റെ മുൻപിൽ നിൽക്കുവാൻ ആമേൻ സ്തോത്രം അനുഗ്രഹം പ്രാപിപ്പാനിടയായി തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ നാളുകളിൽ കർത്താവെ എപ്പോഴും ദാവീദ് സങ്കീർത്തനക്കാരനായി ദാവീദ് പറയുന്നത് പോലെയും കർത്താവെ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറുവാൻ, നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെച്ച് ഇനിയും യോബിനെ പോലെ തീരുമാനമെടുത്തുകൊണ്ട് നിഷ്കളങ്കത്വം ഉപേക്ഷിക്കാതെ മുന്നേറുവാൻ അപ്പാ ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ താഴ്ത്തുന്ന കർത്താവെ, പരിഹാസവിഷയമായി തീർന്ന സ്ഥാനത്ത് അവിടെ കർത്താവ് ഞങ്ങളുടെ മുഖത്തെ ആദരിച്ച് മാനിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കുന്നവരായി കർത്താവെ ഇഹത്തിലും ബലത്തിലുമുള്ള നന്മ അനുഭവിക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അതിനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ശക്തീകരിച്ച് അപ്പാ ഒരു മുഖത്തെ ആദരിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഈ വചനങ്ങൾ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.